ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റഹീസ് ലൈഫ്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കിച്ചണിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് മിക്സി. ആ മിക്സിന്റെ ജാറും മിക്സിയൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ളത് നോക്കാം. എല്ലാ ദിവസവും നമുക്ക് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റൂല. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെയാണ് ഞാൻ ക്ലീൻ ചെയ്യാറുള്ളത്. എത്രയോ സൺഡേകളിലാണ് ഞാൻ മിക്കവാറും ക്ലീൻ ചെയ്യാറ്. കാരണം എല്ലാ ദിവസവും മക്കളൊക്കെ ഫുഡ് കൊണ്ടുവരും. എല്ലാ ദിവസവും നമുക്ക് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയല്ലേ. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഫസ്റ്റ് നമ്മുടെ മിക്സി തന്നെ എടുക്കാം. ഇത് അയക്കുന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. നമ്മള് വീട്ടിലുള്ള ഹസ്ബൻഡിനെ അല്ലെങ്കിൽ ആണുങ്ങളെയൊക്കെ വിളിക്കും. അവരാണല്ലോ ടൂൾസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ കിച്ചണിൽ നമ്മള് കുക്കറൊക്കെ ടൈറ്റ് ആക്കുന്ന ഇതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഞാൻ ഇതൊന്ന് അയച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രൂ ഡ്രൈവർ ആണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഈ നമ്മുടെ മിക്സിയുടെ ജാറിന്റെ മുകളിൽ ഇങ്ങനെ ചെറിയ ചതുരത്തിൽ ഒരു സംഭവം ഉണ്ടാവും. അപ്പൊ അത് ഫസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇനിയിപ്പോ ഈ സ്ക്രൂ ഡ്രൈവർ ഇല്ലെങ്കിൽ ചെറുതായിട്ടുള്ള ഈ ഭാഗമുള്ള സ്ക്രൂ ഡ്രൈവർ ഇല്ലെങ്കിൽ സ്റ്റാറിന്റെ മാത്രമാണെങ്കിൽ കത്തി കൊണ്ട് എടുക്കാൻ പറ്റൂ കേട്ടോ. കളയാണ്ട് ഇത് മാറ്റി വെക്കണം കേട്ടോ. വീണ്ടും തിരിച്ചത് മെക്കന്നെ ഇടാനുള്ളതാണ്. ഇതുപോലത്തെ 2 ടോപ്പ് ഉണ്ടാവും. അത് കളയാണ്ട് സൂക്ഷിക്കണം കേട്ടോ. ഞാൻ വലിയൊരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടുണ്ട്. അതിന്റെ സ്റ്റാർ ഭാഗം ഉള്ളിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മളിത് ചെറിയത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അവിടെ ചെറിയൊരു ഹോള് കാണും കേട്ടോ. അപ്പൊ അതിനകത്ത് മെല്ലെ ഒന്ന് വെച്ചുകൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ടോപ്പ് നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടോ, ഇത് ഇത്ര അഴുക്കുണ്ട്. അഴുക്ക് നമ്മൾ ഈ ടോപ്പ് ഉണ്ടാകുമ്പോൾ ഫുൾ ആയിട്ട് കാണാൻ കഴിയില്ല. അപ്പൊ നമ്മുടെ മിക്സി ഒന്ന് അയച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ക്ലീൻ ചെയ്യാനുള്ള ലിക്വിഡ് ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. കാരണം ഇതുപോലെ നമ്മള് തേങ്ങ അരക്കുമ്പോൾ മഞ്ഞളൊക്കെ ചേർത്ത് അരക്കുന്ന സമയത്ത് മഞ്ഞളും പലതും എല്ലാം നമ്മളെടുക്കുന്ന എല്ലാ ഐറ്റംസിന്റെ ഇതൊക്കെ വരൂലേ, കച്ചറയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഡീപ്പായിട്ട് നല്ല രീതിയിൽ കണ്ടീഷൻ ആയിട്ട് തന്നെ ക്ലീൻ ചെയ്യാനുള്ള ഒരു ലിക്വിഡാണ് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. 2 ടേബിൾ സ്പൂൺ അപ്പസോഡ എടുത്തിട്ടുണ്ട്. നമ്മുടെ കിച്ചണിൽ എപ്പോഴും ഉണ്ടാവുന്നതല്ലേ. അപ്പൊ നമ്മുടെ മിക്സിക്ക് എത്രത്തോളം വേണമെന്നുള്ളത് അത്ര എടുക്കാം കേട്ടോ. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു ലെമൺ ആണ്. അതിൽ 2 പീസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിൽ ഒരു പീസ് മാത്രം മതി നമുക്ക് ആവശ്യത്തിന്. അടുത്തത് ഇതിലേക്ക് ചേർക്കുന്നത് വിനാഗിരിയാണ് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ഒരു മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇട്ടെടുത്ത അപ്പസോഡ ആക്റ്റീവ് ആവുന്നതാണ് കേട്ടോ ഈ പതഞ്ഞ് വരുന്നത്. നമ്മുടെ വീടുകളിൽ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ലിക്വിഡ് ഇതിനു വേണ്ടി ഉപയോഗിക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പാത്രം കഴുകുന്ന ലിക്വിഡ് ഇല്ല എങ്കിൽ നമ്മൾ ചിലപ്പോൾ വിമ്മൊക്കെ അല്ലേ യൂസ് ചെയ്യാം. അതില്ല എങ്കിൽ നമുക്ക് പേസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളം വെച്ചിട്ട് നമ്മുടെ മിക്സി കഴുകാൻ പാടില്ല. അപ്പൊ നമ്മുടെ ലിക്വിഡ് നല്ലൊരു ബ്രഷിലാക്കിയിട്ടാണ് മിക്സിയുടെ പുറത്തേക്ക് ആക്കി കൊടുക്കുന്നത്. നമ്മുടെ മിക്സിനകത്ത് വെള്ളമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് ഷോക്ക് അടിക്കും കേട്ടോ. നമുക്ക് മിക്സി ഉപയോഗിക്കുന്ന സമയത്ത് സ്വിച്ച് ഓൺ ആക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഡേഞ്ചർ ആണ്. ഈ ബ്രഷ് പോവാത്തോടത്ത് ഇങ്ങനെയുള്ള പെയിന്റിങ് ബ്രഷ് ഉണ്ടെങ്കിൽ അതാവും കേട്ടോ നല്ലത്. അതൊന്നുകൂടെ ബെറ്റർ ആണ്. കാരണം അതൊരു മൈനസ് ഷേപ്പ് ആണല്ലോ വരുന്നത്. ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് എനിക്ക് ഇതാണ് കേട്ടോ ഉപയോഗിക്കാൻ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. ഒരുപാട് ഹാർഡായിട്ടുള്ള ബ്രഷ് കൊണ്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു മെറ്റൽ ടൈപ്പാണ്. പ്ലാസ്റ്റിക്കോ ഫൈബറോ അല്ല കേട്ടോ ഈ മിക്സിന്റെ മുകളിലത്തെ ഇത് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു ഡാർക്ക് കളർ, മുകളിലത്തെ പെയിന്റ് പോയിട്ടൊരു ഡാർക്ക് കളറാവും. നമ്മുടെ സുജാതന്റെ മിക്സിയൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം അതിന്റെ ജാറൊക്കെ പെട്ടെന്ന് അതിന്റെ കളറ് പോകുന്നത്. ജാറിൽ വൈറ്റ് കളറുള്ളത് കളറ് പോവാറുണ്ട്. ഒരു കോട്ടന്റെ തുണി വെച്ചിട്ട് ഇതൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഇതൊന്ന് തുടച്ചു കൊടുക്കുക. പിന്നെ ഒന്ന് നനച്ചിട്ട് ഒന്നും കൂടെ തുടച്ചാൽ മതി കേട്ടോ.
ഇവിടെ നല്ല ചെളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ ഈ ബ്രഷ് കൊണ്ട് തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് സമയം ഇതിങ്ങനെ പുരട്ടിയിട്ട് കുറച്ച് സമയം വെച്ചിടുന്നാലും കൂടുതൽ ഹാർഡായിട്ടുള്ള കറകളൊക്കെ പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും കേട്ടോ. 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഇനി ഇതിന്റെ കേബിളും കൂടെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. ഒരുപാട് വലിയ കേബിളാണ് നമ്മുടെ മിക്സിക്കുള്ളത്. അപ്പോൾ ഒത്തിരി ലെങ്തായി നിൽക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഒരു സ്ക്രബ്ബറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ അത് നമ്മുടെ ലിക്വിഡിലൊന്ന് മുക്കിയിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് മെല്ലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ആക്കുമ്പോഴത്തേന് തന്നെ നല്ലോണം ക്ലീൻ ആയി കിട്ടുന്നുണ്ട് കേട്ടോ. നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അരച്ചു കൊടുത്തപ്പോഴേക്കും തന്നെ ഇതിന്റെ കേബിളൊക്കെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. വീണ്ടും ഇതുപോലെ തന്നെ ചുറ്റി വെക്കുന്നുണ്ട്. കാരണം ഒത്തിരി അവിടെ ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ പാസ് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും നമ്മളാണെങ്കിലും വേറെ ഐറ്റം സാധനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് വള്ളി കേബിളൊന്ന് വലിഞ്ഞു പോയാലോ മിക്സിയൊക്കെ മറിഞ്ഞു പോകൂലേ. അതങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കൊടുക്കുന്നത്. നമ്മുടെ മിക്സി ഇവിടെ കണ്ടീഷൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ജാറൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അടിപൊളിയായിട്ട് തന്നെ ജാറും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതിന്റെ ടോപ്പും കൂടെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വലിയ റിസ്ക് ഉള്ളതൊന്നുമല്ല. ഈ ബക്കറ്റിൽ ഇതിന്റെ സൈഡിൽ മാത്രമേ ഉണ്ടാവുള്ളൂ നല്ല കച്ചറയൊക്കെ. പിന്നെ ഇതിന്റെ മുകൾ ഭാഗത്ത് നമ്മൾ കറി കറക്കുമ്പോൾ ഉള്ള മഞ്ഞ കളറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. കാരണം നമ്മളെപ്പോഴും ക്ലീൻ ആക്കുന്നതല്ലേ. പുറം വശം നമ്മളെപ്പോഴും ക്ലീൻ ആക്കി എടുക്കും. അത് മാത്രമല്ലേ നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ. ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ. അപ്പൊ നമ്മുടെ മിക്സിയുടെ മുകളിലത്തെ ഈ ടോപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറക്കിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ തന്നെ ഓക്കെ ആവും. പിന്നെ അതുപോലെ തന്നെ ഇത് ലോക്ക് ചെയ്യാൻ വീണ്ടും മറക്കരുത് കേട്ടോ. തിരിച്ച് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത്രേ വേണ്ടുള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ മിക്സി അടിപൊളിയായിട്ട് തന്നെ സൂപ്പർ ആയിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇത്ര ഈസി ആയിട്ട് ക്ലീൻ ആക്കാൻ പറ്റും കേട്ടോ. നമുക്ക് എത്ര കറയുണ്ടെങ്കിലും കുറച്ച് സമയം ഒന്ന് ഇതുമേൽ പുരട്ടി കൊടുത്താണ്ട് 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്താല് പിന്നെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ തന്നെ നമുക്ക് ഡീപ്പായിട്ട് ക്ലീൻ ആയി കിട്ടും കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ഫ്രം ഹിസ് ലൈഫ്.